ഹായ്, വെൽക്കം ടു സാൻവി ജേർണി. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ മോൾക്ക് ക്യാഷ്വലായി ഇടാനുള്ള കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോകുന്നതാണ് വീഡിയോ. എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരുന്നാൽ ഞാൻ ഇടുന്ന വീഡിയോ ഉടനെ ലഭിക്കുന്നതാണ്. വീടിൻ്റെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് യാത്ര ചെയ്താൽ ഇപ്പോൾ ഓണത്തിന് പുതിയതായിട്ട് തുടങ്ങിയ പുതിയ രാമചന്ദ്രയിലെത്താം. ഇപ്പോൾ ഈസ്റ്റ് ഹോട്ടലും അട്ടക്കുളങ്ങര ഉള്ളതിൻ്റെ അത്ര വലിപ്പം അല്ലെങ്കിൽ സാധാരണ എല്ലാ ഡ്രസ്സസും ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, അറിയില്ല. എന്നാലും വീടിൻ്റെ തൊട്ടടുത്താണ് കട. ഇതാണ് പുതിയ രാമചന്ദ്ര. അത്യാവശ്യം കാഴ്ചയ്ക്ക് വലിപ്പമൊക്കെ ഉണ്ട്, പക്ഷെ തിരക്ക് ഒരുപാട് കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെയൊക്കെ ഉള്ളതിൽ നിന്ന് ഒരുപാട് തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ തുടക്കം വരുമ്പോൾ കുറച്ച് ഫോർമാലിറ്റീസ് കാണുമല്ലോ, വലിയ ബാഗൊക്കെ വാങ്ങി വയ്ക്കുക എന്നുള്ളത്. പുറമേ നിന്ന് നോക്കുമ്പോഴും വളരെ ഒരുപാട് വിസ്താരമുള്ളൊരിതും ഒരുപാട് കളക്ഷൻസും ഉണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അകത്ത് പോയി എടുക്കുന്നത് കാണിച്ചു തരാം. അകത്തെ കാഴ്ചകൾ പിന്നെ ഓരോന്നായിട്ട് എടുത്ത് നോക്കുന്നു. വില കൂടുതലാണെങ്കിൽ മാറ്റി വയ്ക്കുന്നു, ഇഷ്ടമുള്ളതിനെ എടുക്കുന്നു. അപ്പോഴത്തേക്ക് ഞാൻ പോയി എൻ്റെ സൈസിനുള്ള വല്ലതും ഉണ്ടാകുന്ന നോക്കാൻ പോയി. എടുക്കണ്ടെന്ന് വിചാരിച്ചാണ് പോയത്, പക്ഷേ കളക്ഷൻസ് കണ്ടപ്പോൾ പിന്നെ എൻ്റെ അത്ര സൈസിനുള്ളത് കിട്ടാനാണ് പാട്. നമ്മൾ ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം ഒരുപാട് അങ്ങ് വണ്ണം വെച്ച് സ്റ്റിറോയിഡൊക്കെ അടിച്ച് കയറ്റി. എന്നാലും എനിക്കിഷ്ടപ്പെട്ട ഒരു 2-3 എണ്ണം ഞാനും കയ്യിലെടുത്തു. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് കഴിയുമ്പം അതാത് സെക്ഷനിലാണല്ലോ അതാത് സാധനങ്ങളുടെ ബില്ല്. നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നോ അവിടെ ആയിരിക്കും ബില്ല്. അതിന് മുന്നേ നമുക്ക് ഒരിതുണ്ട്, ട്രയൽ റൂം. എല്ലാ ഡ്രസ്സസും ഇട്ട് നോക്കണം. ഞാൻ ഇട്ടൊന്നും നോക്കിയില്ല, മോള് ഇട്ട് നോക്കാനായിട്ട് അവിടേക്ക് പോയി. ഏകദേശം എല്ലാം ഇഷ്ടപ്പെട്ടു. ട്രയൽ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് എൻ്റെ കൂട്ടുകാരിയും മാമൻ്റെ മോളുമൊക്കെ ആയ സുനിത നിൽക്കുന്നത്. പിന്നെ അവളും കൂടെ എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ ക്ഷണിച്ചു. അങ്ങനെ അവളും വന്നു. നമ്മൾ കുറച്ച് ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോസും ഒക്കെ എടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു അവളെ കണ്ടപ്പോഴത്തേക്കും. കുറേ ദിവസമായിരുന്നു എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തൊന്നും ഇറങ്ങാതിരിക്കുകയായിരുന്നു. ഇത് മോൾക്ക് വേണ്ടിയിട്ടാണ് പോയത്. അടുത്ത ആഴ്ച ഒരു സർജറിയാണ്, അതിൻ്റെ വീഡിയോ ഒക്കെ ഉടനെ പുറത്ത് വരുന്നതാണ്. പിന്നെ ഈ കുട്ടി നല്ല കുട്ടിയാണ്, പറയാതിരിക്കാൻ വയ്യ. അവിടെ ഈ തമിഴരാണ് കൂടുതൽ. അവർക്ക് നന്നായിട്ട് ചെല്ലുന്നവരെ ഫേവർ ചെയ്യണം, അല്ലെങ്കിൽ ഉടമസ്ഥനെ ഫേവർ ചെയ്യണം, അങ്ങനത്തെ ഒരു ചിന്തയൊന്നുമില്ല. ഇത് മലയാളി കുട്ടി, അതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ. പിന്നെ ബില്ലൊക്കെ അടിച്ചു. പിന്നെ മുകളിലേക്ക് എന്തെങ്കിലും ജ്യൂസ് കുടിക്കുക അമ്മ എന്ന് പറഞ്ഞ് മോള് തന്നെ പോയത്. കാരണം ആൾ നന്നായി തളർന്നു. പിന്നെ അവൾ തന്നെ പോയി. ഞാൻ പറഞ്ഞു എന്ത് വേണമെന്ന് വെച്ചാൽ നീ തന്നെ പോയി വാങ്ങിക്കേ. അങ്ങനെ അവൾ 2 ആപ്പിൾ ജ്യൂസാണെന്ന് തോന്നുന്നു ഓർഡർ ചെയ്ത്. കുറച്ച് സമയം എടുക്കുമല്ലോ അവിടെയൊക്കെ
വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, നല്ല വൃത്തിയും തുടക്കമായതുകൊണ്ടായിരിക്കും, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവൾ തന്നെ 2 ആപ്പിൾ ജ്യൂസൊക്കെ വാങ്ങിച്ച് നമ്മളത് കുടിച്ചപ്പോൾ നല്ല ക്ഷീണമൊക്കെ മാറി. അതിന് ശേഷമാണ് പിന്നെ അടുത്ത് ചേട്ടൻ്റെ തുണി എടുക്കാനായിട്ട് താഴോട്ട് വന്നത്. പിന്നെ ചേട്ടന് ഞാൻ എടുക്കുന്ന ഡ്രസ്സുകളെ പിടിക്കൂ, അല്ലെങ്കിൽ ഞാൻ പുതിയതൊന്നും എടുക്കില്ല, ഞാൻ എടുത്തു കൊടുക്കണം എന്നാൽ മാത്രമേ ഇടുകയുള്ളൂ ഓണത്തിനൊക്കെ. എങ്കിൽ പിന്നെ പണ്ട് എങ്ങനെയെന്ന് ചോദിക്കും. പണ്ടും എങ്ങനെയാണ്, സ്വന്തം കാര്യം ശ്രദ്ധിക്കാത്തൊരു മനുഷ്യനാണ്. അങ്ങനെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കുന്ന ഡ്രസ്സുകൾ ഇട്ടുകൊണ്ടാണ് നടക്കും. അങ്ങനെ ചേട്ടനെ 2 ഡ്രസ്സൊക്കെ നോക്കി എടുത്തു. ഏറ്റവും വലിയ പ്രോസസ്സായ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. നമുക്കവിടെ എല്ലാ സാധനങ്ങളും കിട്ടുമല്ലോ, അങ്ങനെ അത്യാവശ്യം പച്ചക്കറിയും എല്ലാ കാര്യങ്ങളുമൊക്കെ വാങ്ങിച്ച് ബില്ലിങ്ങും കഴിഞ്ഞ് ഇനി പതിയെ പുറത്തേക്ക് തിരിച്ചിറങ്ങാനുള്ള പിന്നെ അടുത്ത് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞില്ല, ചെക്കിങ്ങിന് പോകണം. ചെക്കിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് സെക്യൂരിറ്റി തന്നെ നമുക്ക് ഓട്ടോയൊക്കെ പിടിച്ച് തന്ന് എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് അതിനകത്ത് വെച്ച് തന്ന് തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് തന്നു. അങ്ങനെ ഇനി നേരെ വീട്ടിലെത്തി. ഇവിടെ നമ്മൾ 2 പേരും കൂടെ ഒരുമിച്ച് ഓട്ടോ പിടിച്ച് പോകണത് കണ്ടിട്ടില്ല, കാറിൽ ഒരുമിച്ച് പോകണതൊക്കെ അവൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ അവൻ ആകെ അസ്വസ്ഥത. അങ്ങനെ അവനെ കുറച്ച് സമാധാനിപ്പിച്ചു. പിന്നെ വീട്ടിലേക്ക് കയറി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.